ഇന്ത്യ സിംബാബ്വെ അഞ്ചാമത്തെ T20 ഇന്നാണ്. ഇന്നത്തെ മാച്ച് കഴിഞ്ഞാൽ സിംബാബ്വെ സീരീസ് അവസാനിക്കുകയാണ്. ഓൾറെഡി ഇന്ത്യ 3-1 പരമ്പര നേടിയിട്ടുണ്ട്. ഇന്നത്തെ മാച്ച് ജയിച്ചാലും തോറ്റാലും ഇന്ത്യക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ അവസരം കിട്ടാത്തവരെ കളിപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. ശുഭ്മാൻ ഗില്ല്, ഋതുരാജൊക്കെ റെസ്റ്റ് എടുക്കും. സഞ്ജു ചിലപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സിംബാബ്വെ അഞ്ചാം T20 കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിംബാബ്വെക്കെതിരെ ഇന്ത്യയുടെ യുവതാരങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും എല്ലാ താരങ്ങൾക്കും ബാറ്റിങ്ങിന് അവസരം കിട്ടുന്നില്ല. അഭിഷേക് ശർമ്മയെ പോലും ഓപ്പണിംഗിൽ നിന്ന് ഗില്ല് മാറ്റി. ഗില്ല് സെൽഫിഷാണ്. അദ്ദേഹത്തിന് മാത്രം കളിക്കണമെന്നാണ് ഗില്ലിൻ്റെ ആവശ്യം. എന്നാൽ ഇപ്പോൾ അഞ്ചാമത്തെ T20യിൽ ഗില്ലിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ റിയാൻ പരാഗിന് അവസരം കിട്ടും. അഭിഷേക് ശർമ്മ ഓപ്പണിംഗിൽ കളിക്കും. സഞ്ജുവിനും സ്ഥാനക്കയറ്റമുണ്ട്. ഗില്ലും ഋതുരാജും റെസ്റ്റ് എടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പകരം റിയാൻ പരാഗ് നാളത്തെ മാച്ചിൽ കളിക്കും. അതുപോലെ തന്നെ സായ് സുദർശനും. ഇത് അവസാനത്തെ പരമ്പരയാണ്. യുവതാരങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരം. ഇനി അങ്ങോട്ട് ശ്രീലങ്കൻ സീരീസാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് നിർണായകമാണ്. ഗില്ലും ഋതുരാജും ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ മറ്റു താരങ്ങൾക്ക് ബാറ്റിങ്ങിന് അവസരം കിട്ടില്ല. അതുപോലെയാണ് നമ്മൾ കഴിഞ്ഞ 4 T20യിലും കണ്ടത്. ആദ്യ T20 ഇന്ത്യ തോറ്റത് കൊണ്ട് പരമ്പര തൂത്തുവാരാൻ സാധിക്കില്ല. ഇന്നും കൂടി ജയിച്ചാൽ 4-1 പരമ്പര നേടാം. ഇന്നലെ തന്നെ ഇന്ത്യ 10 വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. സിംബാബ്വെ ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സായ് സുദർശൻ, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ, ശിവൻ ദുബെ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. അപ്പോൾ നമുക്ക് ഇന്നത്തെ അഞ്ചാം T20ക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.